Hi dears, welcome back to our channel Arus Mom. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കുള്ളതാണ്. അതായത് നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല അടിപൊളി പ്ലാന്റേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്ന കുറച്ച് ഐഡിയാസ് ആണ്. 4 ഡിഫറെന്റ് ഐഡിയാസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പം തൊട്ടടുത്തിടുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അങ്ങനെ ആകുമ്പോൾ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ വേഗം തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യത്തെ ഐഡിയ കണ്ടിട്ട് വരാം അല്ലേ. ഇത് പഴയൊരു ബോക്സ് ആയിരുന്നു. ഇതിൻ്റെ അടുപ്പൊക്കെ പോയി ഈ പാത്രം വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ നല്ലൊരു പ്ലാന്ററാക്കി മാറ്റാം എന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചെയ്യാൻ പോകുന്നത് ഈ ബോക്സ് എടുത്തിട്ട് കംപ്ലീറ്റ് പെയിൻറ് അടിച്ചെടുക്കുകയാണ്. ഇതേപോലത്തെ ഒരു ബ്രൗൺ കളർ പെയിൻ്റാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബ്ലാക്ക് ആണെങ്കിൽ ബ്ലാക്ക് യൂസ് ചെയ്യും, ഏതായാലും കുഴപ്പമൊന്നുമില്ല. നല്ല കളർ ഉണ്ടെങ്കിൽ അതെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ അടിക്കാൻ പോകുന്നത് ബ്രൗൺ കളറാണ് അടിക്കുന്നത്. നന്നായിട്ട് പെയിൻറ് ചെയ്തെടുത്ത് നന്നായിട്ട് ഉണക്കിയെടുക്കുക. നമ്മൾ പെയിൻറ് ചെയ്ത് ഡ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് അതിൽ എന്തെങ്കിലും ഡിസൈൻ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഫോം ഷീറ്റ്, വൈറ്റ് കളറിലുള്ള ഫോം ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ചെറുതും വലുതുമായ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വരെ നിങ്ങൾക്ക് പെയിൻറ് ചെയ്യുമ്പോൾ നോർമൽ ബ്രഷ് ഉപയോഗിച്ച് തന്നെ പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, ഒന്ന് പെയിൻറ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ നമ്മുടെ ആവശ്യത്തിന് വേണ്ട ഫോം ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നന്നായിട്ട് ഉണങ്ങി നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഫോം ഷീറ്റില്ലേ, അത് ഞാൻ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഈ ഫോം ഷീറ്റ് നമുക്ക് ഈ സ്റ്റേഷനറി ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ത്രെഡ്, ഈ സ്റ്റിച്ചിങ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന കടയില്ലേ, അങ്ങനത്തെ കടകളിൽ നമുക്ക് വാങ്ങിക്കാനായിട്ട് കിട്ടും. വെറുതെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഒക്കെ വിട്ടതിന് ശേഷം ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇങ്ങനെ രീതിയിൽ വേണം എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ ആ ബോട്ടിലിൽ ഹാഫ് പോർഷൻ തൊട്ട് ഒട്ടിച്ചാൽ മതി. അത് ഒരേപോലെ തന്നെ ആ റൗണ്ടിൽ ഒട്ടിച്ചെടുക്കുക. നമ്മുടെ ആദ്യത്തെ പ്ലാന്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ഐഡിയ നോക്കാൻ പോവാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ വേസ്റ്റ് ആക്കി കളയുന്ന മിനറൽ വാട്ടറിൻ്റെ ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഐഡിയ ആണ്. അപ്പം 2ഉം 3ഉം ഈ മിനറൽ വാട്ടറിൻ്റെ കുപ്പി ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ. ഇതേപോലത്തെ ഒരു മിനറൽ വാട്ടർ കുപ്പി എടുക്കുക. അതിൻ്റെ ആ സ്ലിപ്പൊക്കെ ഉള്ളത് അത് പൊളിച്ച് കളയുക. പിന്നെ അതിൻ്റെ ക്യാപ്പൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ, അത് അതേപോലെ തന്നെ എടുക്കാം. പിന്നെ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ മേലെ ഭാഗവും കട്ട് ചെയ്തെടുക്കുക. ഞാൻ 2ഉം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ എഡ്ജസ് ഒക്കെ ഒന്ന് ക്ലിയർ ആക്കണമെങ്കിൽ, നേരെ ആക്കണമെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് നമ്മുടെ ബോട്ടിലിൻ്റെ താഴ്ഭാഗമാണ്. അപ്പോൾ അതിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇതേപോലത്തെ ഒരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം ഇത് നമ്മുടെ ബോട്ടിലോട്ട് മാച്ച് ആവുന്ന രീതിയിൽ അത് അളന്ന് മുറിച്ചെടുക്കുക. നമുക്ക് നമ്മുടെ ക്ലോത്ത് ഈ ബോട്ടിലിൻ്റെ പുറത്ത് ഒട്ടിച്ചു കൊടുക്കാം. വരുന്ന ക്ലോത്ത് അതിൻ്റെ ഉള്ളിലോട്ട് മടക്കി ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചെടുക്കുക. അതേപോലെ തന്നെ അടിഭാഗത്ത് വരുന്നതും ഇതേപോലെ തന്നെ ഒട്ടിച്ച് ഫെവിക്കോൾ വെച്ച് തന്നെ ഒട്ടിച്ചെടുക്കുക കേട്ടോ. നമ്മളപ്പോൾ ക്ലോത്തൊക്കെ ഒട്ടിച്ച് റെഡിയാക്കി എടുത്ത് ഇനി നമുക്ക് തന്ന എന്തെങ്കിലും രീതിയിൽ നിന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ റിബൺ ആണ് എടുത്തിട്ടുള്ളത്. ഗ്രീൻ കളറിലുള്ള റിബൺ, ഇത്തിരി വീതിയുള്ള ടൈപ്പ്, 1 ഇഞ്ച് ടൈപ്പിൽ വരുന്ന റിബൺ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് അതിൻ്റെ സെൻറ്ററിൽ ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ അങ്ങ് ഒട്ടിച്ചു കൊടുത്തേക്കുക. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഈ റിബൺ കൊണ്ട് ഉണ്ടാക്കിയ 2-3 ഫ്ലവേഴ്സ് ആണ്. അപ്പോൾ അതും ഇതിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഈ 3 ഫ്ലവേഴ്സിൻ്റെ നടുക്കും ഞാൻ ഗോൾഡൻ ബീഡ്സ് ഒട്ടിച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടെ ഒന്ന് ഭംഗിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതൊക്കെ അവൈലബിൾ ആണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. പിന്നെ ഈ ഫ്ലവർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്ന് നോക്കിയാൽ മതി, അല്ലെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്ററാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ നേരത്തെ കുപ്പി കട്ട് ചെയ്തപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം എടുത്ത് മാറ്റി വെച്ചിരുന്നു. ഇനി നമ്മൾ അതെടുത്ത് ചെയ്യാൻ പോവാണ്. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു പഴയ CD കൂടെ എടുത്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ടോപ്പ് പോർഷനും അതുപോലെ തന്നെ നമ്മുടെ CD-യിലും ഞാൻ നന്നായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്.
നമ്മുടെ ബോട്ടിലും അതുപോലെ തന്നെ സീഡിയിലും ഞാൻ നന്നായിട്ട് നമ്മുടെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് നന്നായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആയി വരട്ടെ. അതിനുശേഷം നമുക്കിതിൽ പെയിൻറ് അടിച്ചെടുക്കണം. അങ്ങനെ ഇതേപോലത്തെ ഒരു വയലറ്റ് കളർ ആക്രിലിക് പെയിൻ്റ് ആണ് അടിച്ചു കൊടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് പെയിൻറ്റൊക്കെ അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ സീഡിയും അതുപോലെ തന്നെ നമ്മുടെ ഈ ബോട്ടിലും കൂടെ ഒട്ടിച്ച് കൊടുക്കണം. അതായത് ഈ ക്യാപ്പ് പോർഷൻ നമ്മൾ ഈ സീഡിൻ്റെ മുകളിലോട്ട് വെച്ച് ഒട്ടിച്ചെടുക്കണം. അത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ പ്ലാന്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ലാസ്റ്റത്തെ പ്ലാന്ററാണ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടും എന്നാൽ അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു പ്ലാന്ററാണ്. ഇതേപോലത്തെ ചെറിയ കമ്പ് ഒരേ സൈസിൽ ഒരു 17 എണ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ വീട്ടിലൊക്കെയുള്ള ചെടീൻ്റെയൊക്കെ ചെറിയ ഒരുപാട് സൈസൊന്നും ഇല്ലാത്ത ടൈപ്പുള്ള കമ്പുകൾ മുറിച്ചെടുത്താൽ മതി. ഞാൻ അങ്ങനത്തെയാണ് എടുത്തത്. അതിനുശേഷം ഇതിൽ നന്നായിട്ട് കളർ ചെയ്തെടുക്കാം. ഇത് ഞാൻ ആദ്യം പെയിൻറ് അടിച്ചെടുത്ത ബ്രൗൺ കളർ ആക്രിലിക് പെയിൻറ് തന്നെയാണ് ഇതിലും യൂസ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കാം. നമ്മുടെ കമ്പൊക്കെ പെയിൻറ് അടിച്ച് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ 2 എണ്ണം എടുത്തിട്ട് ഇതേപോലെ പാരലായിട്ട് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ ഒരു 5 എണ്ണം ഒരേ ഡിസ്റ്റൻസിൽ വയ്ക്കുക. അതിന് ശേഷം അതവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക. നിങ്ങൾ ഗ്ലൂ ഗണ്ണ് ഉപയോഗിച്ചതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് ഒരു ത്രെഡ് ഉപയോഗിച്ച് കെട്ടി കൊടുക്കുന്നത് കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യം ഒന്ന് അതൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞ് മോന് പ്രാവശ്യം എടുത്ത് താഴേക്ക് ഇട്ട് കഴിഞ്ഞപ്പോൾ 1-2 കമ്പൊക്കെ ഇളകി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് ത്രെഡ് ഉപയോഗിച്ച് കെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും. പിന്നെ ഇത് തിരിച്ച് വെക്കുക. അതിനുശേഷം ഇതേപോലെ 2 കമ്പ് വയ്ക്കുക. ഈ സൈഡിലും ഒന്ന് വയ്ക്കുക, അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും വയ്ക്കുക. അതിനുശേഷം അത് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കുക. 2 സൈഡിലും ഗ്ലൂ ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ചെടുക്കുക. അതിൻ്റെ മുകളിൽ ഇതേപോലെ ഒട്ടിച്ചെടുക്കുക. വീഡിയോയിൽ നോക്കിയാൽ മതി, കുറച്ചും കൂടെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന അതായിരിക്കും. ഞാൻ പറഞ്ഞതിനാൽ കൂടുതൽ മനസ്സിലാവുന്നത്. ഇത് ഫിനിഷായി കിട്ടിയിട്ടുണ്ട്. കുഞ്ഞു കുഞ്ഞു ഐഡിയാസാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇതിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നല്ല ഐഡിയാസ് തോന്നുമായിരിക്കും. അപ്പോൾ നിങ്ങൾ അതൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിലെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം ചെയ്തോളൂ. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.